യാതൊരു ബുദ്ധിമുട്ടില്ല, സുഖമായിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ 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 എന്നൊരു 100 നാവ്, അമ്മയാണ് എനിക്ക് എല്ലാം, അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്നറിയോ, സാധാരണ ഹോട്ടലുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കറും പിടിച്ച പുരുഷന്മാരാണ് നിൽക്കുക. എന്താ പേരെന്താ? എന്റെ പേര് ഷമീന. ഷമീന, എവിടെയാ സ്ഥലം? എന്റെ നാട് ട്രിവാൻഡ്രമാണ്. ഞാനിപ്പോ താമസിക്കുന്നത് ഇവിടെ തങ്ങൾപ്പടിക്കാണ്. പറഞ്ഞാലേ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടിട്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. സാധാരണ നമ്മൾ ഈ ഹോട്ടലുകളുടെയൊക്കെ മുമ്പിൽ ഹോട്ടലിനൊരു ബോർഡും പിടിച്ചിട്ട് ആളുകൾ നിൽക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നിൽക്കുന്നതൊക്കെയും പുരുഷന്മാരായിരിക്കും. പക്ഷെ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച. അമ്മ റെസ്റ്റോറൻറ്റ് ഹോംലി ഫുഡ് എന്നുള്ളൊരു ബോർഡ് കണ്ടു. അപ്പോൾ അമ്മ എന്നുള്ള പേര് കാണുമ്പോൾ നമ്മളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. അവർ നോക്കി പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ ഈ സ്റ്റിക്കറും പിടിച്ച ഹോട്ടലിന് പിടിച്ച് നിൽക്കുന്നത് ഒരു ലേഡിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണഗതിയിൽ പുരുഷന്മാരാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ പിടിച്ച് നിൽക്കാറുള്ളത്. പക്ഷെ ഇതൊരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. എടപ്പാളിനും ഇടയിൽ അമ്മ റെസ്റ്റോറൻ്റാണിത്, കണ്ടോ? അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ആ ചേച്ചിയെ കുറിച്ചും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചന്ദ്രേട്ടനും പുഷ്പേച്ചി. പുഷ്പലത, എൻ്റെ ചെറിയമ്മയുടെ പേര് പുഷ്പലത നടത്തുന്നു അല്ലേ? രാത്രി എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? രാത്രി 12 മണി, 12:30. എന്നിട്ട് രണ്ടാളും കൂടെ വൈകുന്നേരം പകല് വേറെ ആൾക്കാർ. സദ്യ തന്നെയാണല്ലോ, എല്ലാം ഉണ്ടല്ലോ. പപ്പടം, മുളക് വറുത്തത്, പായസമൊക്കെ രാത്രിയുണ്ട് പകലും ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. സാധാരണ എവിടെയും രാത്രി ചോറ് കിട്ടാൻ പാടാണ്. അപ്പോൾ നമസ്കാരം. വളരെ പ്രത്യേകതകളുള്ള ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ലേറ്റായി, നല്ല രാത്രി ആയിട്ടുണ്ട്. ഞാൻ കുറ്റിപ്പുറത്തെ വീട്ടിൽ നിന്ന് എൻ്റെ എടപ്പാളത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് ഇതിലെ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അപ്പോൾ അന്ന് തിരക്കായിരുന്നാൽ എനിക്ക് ഷോപ്പിൽ കയറാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ സമയം കണ്ടെത്തി. ഇവിടെ കയറിയത് കണ്ടില്ലേ, പിന്നിൽ തല തിരിഞ്ഞായിരിക്കും കാണുന്നുണ്ടായിരിക്കുക, കേട്ടോ. അമ്മ റെസ്റ്റോറൻറ്റ് എന്നാണ്. അപ്പോൾ സ്വതവേ നമുക്ക് ഈ അമ്മ എന്നുള്ള പേര് കാണുമ്പോൾ പെട്ടെന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ ആർക്കായാലും. ഞാനിവിടെ വന്ന് നോക്കും, പെട്ടെന്ന് എൻ്റെ കണ്ണിലുടക്കിയ കാഴ്ച എന്താണെന്നറിയോ? ഒരു ലേഡി നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഹോട്ടൽ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതും പിടിച്ച് നിൽക്കുകയാണ്. സാധാരണ എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും ആണുങ്ങളാണ് അങ്ങനെ പിടിച്ച് നിൽക്കാറുള്ളത്. ഇത് രാത്രി സമയത്തും വളരെ ധൈര്യത്തോടു കൂടി കോൺഫിഡൻസ് ആയിട്ട് ഒരു ലേഡി അങ്ങനെ നിൽക്കുന്നപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടാം അവരെന്ന് വിചാരിച്ചപ്പോൾ ഈ പേര് അമ്മ എന്നാണ്. അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ കടയുടെ ഓണർ ഒരു ചേച്ചിയാണ്, ഒരു അമ്മയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ അമ്മ റെസ്റ്റോറൻറ്റിനെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിലെ പോകുന്ന സമയത്ത് അമ്മ റെസ്റ്റോറൻറ്റിൽ കയറുക. നല്ല അടിപൊളി ചായ, ഏട്ടൻ്റെ പേരെന്താ? ചന്ദ്രേട്ടൻ ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ചായ ഉണ്ട് ഇവിടെ. കയറി വരുന്നിടത്ത് തന്നെ നല്ല അടിപൊളി ഫുഡ്. ഈ രാത്രി സമയത്തും വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ, അവിയലും മീൻകറിയും സാമ്പാറും പപ്പടമൊക്കെ ഉള്ള സദ്യ ഈ രാത്രിയും ഉണ്ട് ഇവിടെ. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. ഇതിലെ പോകുന്നവർ മിസ് ചെയ്യരുത്. ഞാനും കഴിച്ചു, നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആഹാ, നമ്മുടെ എൻ്റെ പേരെന്ത് ചെയ്യാനുള്ള? ഷമീന. ഷമീനയ്ക്ക് 100 നാവാണ് നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അമ്മ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി. നിങ്ങൾ ആദ്യം KSRTC വർക്ക്ഷോപ്പിന്റെ അവിടെ? ആദ്യമല്ല, ഞാൻ 15 വർഷം ടോട്ടലായിട്ട് നടത്തിയിരുന്നു. എവിടെ? അയിങ്കലത്ത്. അവിടെ പിന്നെ KSRTCക്ക് വന്നു. KSRTC സ്റ്റാൻഡിൽ 7 വർഷം. അപ്പോൾ അതും കഴിഞ്ഞു, അവിടുത്തെ സമയം കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മുടെ അമ്മ എന്നുള്ള പേരിൽ ഒരു ഹോംലി ഫുഡ് തുടങ്ങി. എങ്ങനെയുണ്ട് ഇവിടെ? സന്തോഷമായിട്ട് പോകണം. ഇയാളെ എങ്ങനെ കിട്ടി? ഇത് തിരുവനന്തപുരത്താണ് ഇവിടെ വീട്. അപ്പൊ ഇവിടെ 2 കുട്ടികളും ഉള്ളു, ഭർത്താവില്ല. അപ്പോൾ അവൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാണ്ട് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. അങ്ങനെ ഞാൻ അവളെ കണ്ട്, അവൾക്ക് ജോലിയൊന്നുമില്ല, ഭർത്താവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കൂടെ കുടിക്കോ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയത്. അപ്പോൾ 1 വർഷത്തോളായി. എല്ലാ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്നറിയോ, സാധാരണ ഹോട്ടലുകളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റിക്കറും പിടിച്ച പുരുഷന്മാരാണ് നിൽക്കുക. നമ്മളിവിടെ ഓൺലി ലേഡിയാണ്. അപ്പൊ രാത്രി നേരത്ത് ഇത്ര ധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഒരു സ്ത്രീ ഇവിടെ നിൽക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആൾക്കാർ അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടണം എന്നും തോന്നി. വീട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. ഡോക്ടറെ കാണിക്കാൻ പോയതാണ്, കാണിച്ച് വീണ്ടും തിരിച്ചു. ഞങ്ങൾ 1:30 മണിയെങ്കിലും അവർ ചുരുങ്ങിയത് ഇവിടെ നടന്നു. ഇദ്ദേഹം അതുവരെ അവിടെ ഉണ്ടാവോ? ഞാൻ രാവിലെ 6 മണിക്ക് കയറും, രാത്രി 12:30 1 മണിയാകുമ്പോൾ പോകും. സന്തോഷാണ് ഇവിടെ, ഹാപ്പിയാണ്. അതാണ് വേണ്ടത്. ഞങ്ങൾ അമ്മ ഉള്ളിടത്തോളം കാലം നമ്മൾ ഹാപ്പിയാണ്. അതെ, എന്ത് രസം, എന്തൊരു രസം കേൾക്കാൻ, ഇതൊരു അഭിമാനമാണ്. അതുകൊണ്ടാണ് ഈ അമ്മ എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉള്ളിലൊരു സന്തോഷം വരുന്നത്. ഞാനിവിടെ കയറാൻ തന്നെ കാരണം ഈ അമ്മ എന്നുള്ള പേര് കണ്ടതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ എല്ലാം കൂടി എനിക്ക് ഹാപ്പിയായി. അമ്മ എന്നുള്ള പേരിട്ടത് ഞാൻ വനിതാ റെസ്റ്റോറന്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ മോള് പറഞ്ഞു അമ്മ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടണം, അപ്പൊ എന്റെ അമ്മയുടെ പേരിലാവണം റെസ്റ്റോറന്റ് പറഞ്ഞിട്ട് മോളെ. അതൊക്കെ കേൾക്കാനൊരു സന്തോഷമല്ലേ അല്ലേ?
അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ്. കാരണം പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് പിന്നിൽ കാണുന്ന കടയുടെ പേര് കണ്ടല്ലോ, അമ്മ റെസ്റ്റോറൻ്റ് ആണ്. കുറ്റിപ്പുറത്തിനും എടപ്പാളിനും ഇടയിലെ കുറ്റിപ്പുറത്തിനും എടപ്പാളിനും ഇടയിൽ കാഞ്ഞിരക്കുറ്റി എന്ന സ്ഥലത്ത് എത്തിയാൽ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം. അമ്മ റെസ്റ്റോറൻ്റ് എന്ന പേരിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരു ചേച്ചിയെ ഇവിടെ കാണാം. വർഷങ്ങളായിട്ട് ഹോട്ടൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഒന്ന് പരിചയപ്പെടാൻ എനിക്ക് തോന്നി. കാരണം തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള ഈ കക്ഷി ഇത്രയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഈ രാത്രി നേരത്ത് ഇവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഈ ഹോട്ടൽ എന്നുള്ള ഈ ഒരു ഇത് പിടിച്ചു നിൽക്കുമ്പോൾ അത്ര ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാവണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഇവരിവിടെ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. ഒരുപാട് ആളുകളോട് വരുന്ന ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു പോകുന്നു, സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. അത് ഇവരുടെ ഒരു ആളുകളെ സെർവ് ചെയ്യുന്ന ഒരു രീതി കൂടിയാണ്. ഇവിടെ മൊത്തം സ്ത്രീകളാണ്, വിളമ്പുന്നവർ സ്ത്രീകളാണ്, വെക്കുന്നവർ സ്ത്രീകളാണ്. വെക്കുന്നവരെന്നോ മുതലാളിമാരെന്നോ എന്നുള്ളൊരു വ്യത്യാസമില്ല എന്നാണ് ചന്ദ്രേട്ടൻ പറഞ്ഞത്. അതവിടെ കുറച്ച് നേരം നേരത്തെ എനിക്കും മനസ്സിലായി. ഇപ്പോൾ രാത്രി നേരത്ത് വീടുകളിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരു കുടുംബം പോലെയുള്ള ഈ കടയ്ക്ക് ഇനി ഒരുപാട് കാലം ഇതിലേറെ പ്രശസ്തിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഈ ഹോട്ടലിലേക്ക് സ്വാഗതം. നല്ലത് എവിടെ കണ്ടാലും നന്മ എവിടെ കണ്ടാലും നമ്മളത് ശ്രദ്ധിക്കും. കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സ്ത്രീകളുടെ കഥയായിരുന്നു ഇത്. അപ്പോൾ ഇതിലേ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഭക്ഷണവും നല്ല കുറച്ച് വ്യക്തികളെയും പരിചയപ്പെടാം. ഹൃദയപൂർവ്വം നിസരി.